ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോഡ് ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്ത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഇത് ഏകദേശം ഒരു 4 മീറ്ററാണ് നമുക്ക് ക്ലോത്ത് വരുന്നത്. പിന്നെ നമ്മുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 36 സൈസിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് നല്ല വീതിക്ക് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലി ഒരു ചുരിദാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യുമല്ലോ, അത് നമ്മൾ ചെയ്യാതെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലോത്ത് ഇതേമാതിരി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡിങ് ഇല്ലാത്ത ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗത്താണ് ഇതേപോലെ നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തെടുക്കുന്നത്. ഈ 3 ഇഞ്ച് നമ്മൾ വിടുന്നത് നമ്മുടെ ആ ഒരു ഷർട്ട് ടൈപ്പ് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷന് വേണ്ടിയിട്ടാണ് ഈ 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ലുക്കിൽ ബട്ടണിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 3 പീസ് എക്സ്ട്രാ എടുക്കുന്നത്. നിങ്ങളിത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അല്ലാതെ ഈ ഒരു രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് ഇതേപോലെ വിട്ടതിന് ശേഷം നമ്മൾ ബാക്കി നെക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഞാൻ ഏകദേശം 3 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ 3 ഇഞ്ച് വിട്ടതിന് ശേഷമുള്ള ഭാഗത്താണ് നമ്മൾ ഈ മെഷറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ അതിൻ്റെ ലെങ്ത്തും കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളൊരു കോളർ ആൻഡ് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ കൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് മാത്രം മതിട്ടോ നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒരേമാതിരി തന്നെയാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡർ 7 കൊടുക്കുന്നത്. ഷോൾഡർ നമ്മൾ 7 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷോൾഡറൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 ഇഞ്ച് വിട്ടതിന് ശേഷമുള്ള ഭാഗത്താണ് കേട്ടോ നമ്മളിത് അളവും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ അളവിലേക്ക് കൂടുമ്പോൾ നമ്മുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ 3 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത്. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ആം ഡൗൺ നമ്മൾ 7 തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണോ വരുന്നത് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 10 വരുന്നത്. അപ്പോൾ 10 നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് ഇതാ ഇവിടെ നമ്മൾ 10 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമുക്ക് 2 ഇഞ്ച് നമുക്ക് എക്സ്ട്രായും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ലൂസിലിടുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അത്ര തന്നെ നമുക്ക് കുറച്ചും കൂടി വീതി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചോ 3 ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ബോക്സ് പോലെ നമ്മൾ ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ കൈക്കുഴി ഒന്ന് ഇതേപോലെ ഒന്ന് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പിൻ്റെ ഒരു അളവും കൂടി ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് 15 ഇഞ്ചിൽ ലെങ്ത്ത് വരുന്നിടത്ത് നമ്മൾ ഏകദേശം ഒരു 9 ഇഞ്ചിലേക്ക് നമ്മൾ വീതി കൊടുത്തിട്ട് അവിടത്തേക്ക് ജസ്റ്റ് ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് ആ ഒരു നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആ 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മൾ ഷേപ്പിലേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാണ്ട് ബാക്കി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ കാര്യം ഇതേപോലെ നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ടില്ലേ, അതോടൊപ്പം തന്നെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇത് മടക്കി പോകുമ്പോൾ, നമ്മൾ ആ ബട്ടൺസിൻ്റെ പീസ് മടക്കി പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടും കേട്ടോ. ഇതേപോലെ ഈ 3 ഇഞ്ചോട് കൂടിയിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൽ നമ്മൾ ചെറിയൊരു സ്ലോപ്പും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ സ്ലോപ്പും കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2ആയി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇതേപോലെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ രണ്ടും കൂട്ടിയിട്ട് നമ്മളൊരു ഇതേപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ഇടുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം ഉണ്ടോ നമ്മൾ 3 ഇഞ്ചിൽ നിന്ന് കറക്റ്റായിട്ട് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൈക്കുഴി അത് ബാക്കിയുള്ള പീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ നമുക്ക് 3 ഇഞ്ചിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിടുത്തൊക്കെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ 3 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബട്ടൺസിൻ്റെ ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് 3 ഇഞ്ചിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം കേട്ടോ. പിന്നെ നമുക്കുള്ളത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ നോർമലി നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ നോർമലായിട്ടാണ്. നമ്മൾ ബാക്കിൽ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. അതും കൂടി കാണിച്ചു തരട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് നമ്മളൊരു 3 ഇഞ്ച് വിടുത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ ലെങ്ത്തും കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 7 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, 7 ഇഞ്ച് ആം ഡൗൺ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ 10 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവ്. അതേപോലെ തന്നെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇതിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മൾ 10 ഇഞ്ചിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ഇതാ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ട് ഒരു ചെറിയ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നെക്ക് കാര്യങ്ങൾ അതേപോലെ തന്നെ കൈക്കുഴി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരയിഞ്ചിൽ നമ്മൾ സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേത് ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കൈക്കുഴി കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളതല്ലേ, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതിനോടൊപ്പം ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. താഴത്തുള്ള രണ്ടാമത്തെ ക്ലോത്തിൽ നമ്മളത് കട്ട് ചെയ്യുന്നില്ല. അത് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രായിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വെച്ച് നോക്കുക. ബാക്കി എത്ര അധികം നമുക്ക് ക്ലോത്ത് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് പോലാണ് നമുക്ക് വരുന്നത്. അതിനനുസരിച്ച് ഒരു 3 പ്ലീറ്റ്സോ അല്ലെങ്കിൽ 2 പ്ലീറ്റ്സോ വലുതായിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാക്ക് പോർഷനിലാണ് ഈ ഒരു സ്റ്റൈൽ കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇതിലേക്ക് നമുക്ക് എത്രത്തോളമാണ് ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ പിടിച്ചിട്ട് 2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് ആ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു 2 ഇഞ്ചിലേക്ക് ആ ഒരു കട്ട് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് പിന്നെ തെറ്റൂല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടോപ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് അയക്കുക കേട്ടോ. നമുക്ക് കൂടുതൽ കമൻറ്റ്സൊക്കെ അറിയുമ്പോഴാണ് ഇതിലെന്തൊക്കെ ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു സ്ലോപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഷർട്ടിൻ്റെ ലുക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോട്ട് ഡ്രസ്സിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു സെൻറ്ററിലേക്കായിട്ട് നമ്മൾ താഴ്ത്തി ഇതേപോലെ സ്ലോപ്പായിട്ട് വരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓപ്ഷനാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലോപ്പ് വെട്ടാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തുടക്കക്കാരോട് മാത്രമാണ് അവർക്ക് കുറച്ചും കൂടി ഒന്ന് ഹെൽപ്ഫുള്ള് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുന്നതായിരിക്കും കേട്ടോ എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ടോപ്പിൻ്റെ ലുക്ക്. അതേപോലെ തന്നെ ടോപ്പിൻ്റെ മെഷറിങ്ങും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റിന് ഞാൻ 2 ക്ലോത്ത് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 18-19 ഇഞ്ചിലാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 19 ഇഞ്ചിലാണ് നമ്മുടെ 18 ഇഞ്ചിലാണ് ഇതിൻ്റെ ഒരു ക്ലോത്ത് നമുക്ക് വീതി വരുന്നത്. ലെങ്ത്ത് അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിനും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 44 അങ്ങനെ ഏകദേശം ഒരു ലെങ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളിലേക്കൊക്കെ കടക്കട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്ന് നമ്മുടെ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗമില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെത് ഇതേപോലെ ഞാൻ 2 സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. 2 ഒപ്പരല്ല കട്ട് ചെയ്യുന്നത്. ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്നായി ഒരു ഫോൾഡിങ് ചെയ്തിട്ട് നമ്മൾ ഒരു കാല്
അങ്ങനെ ചെയ്യല്ലോ, ഒരു കാലമായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ മറ്റേ പാൻറ്റിൻ്റെ അളവും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൽ ഇതേപോലെ നമ്മുടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ 12 ഇഞ്ചിലാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് വരയ്ക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അതായത് നമ്മുടേത് 10 ഇഞ്ചായിരിക്കും, 2 ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ട് നമ്മൾ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്കൊരു 16 ഇഞ്ചാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 16 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അല്ലേ, അതും അതിൻ്റെ മുകളിൽ വെച്ചത് കൊണ്ടാണ് നമ്മൾ 16 ഇഞ്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 2 ഇഞ്ച് നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ താഴത്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 14 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ വെച്ച് ചെയ്യുന്നതിന് കൂടെ 16 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഒരു ക്രോച്ച് ലെങ്ത് ചെറിയൊരു ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 16 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു ക്രോച്ച് ലെങ്ത്തും നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് പോവുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് നമുക്ക് എത്രത്തോനെ വീതി വേണം അതിനനുസരിച്ച് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോവുക. അപ്പം ചിലവർക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് അത്യാവശ്യം അധികം വീതി ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. സ്ട്രെയിറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒരു ലൂസായിട്ടാണ് എടുക്കുന്നത്. കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള സ്റ്റൈലാണ് ചെയ്യുന്നത്. എത്ര തോനെ വീതി വേണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗമല്ലേ അവിടെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ വീതിയൊക്കെ കറക്റ്റായിട്ട് അറിയാനും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു വര വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്ററിൽ വരച്ചതിന് ശേഷം പിന്നെ താഴത്തേക്ക് നമ്മുടെ അത് വരച്ച് പോവാണ്. താഴത്തേക്ക് വരച്ചിട്ടാണ് ആ രണ്ടും ഒരേപോലെ ഇരിക്കണം. ഒരേപോലെ ആയാൽ നമ്മുടെ കാലിൻ്റെ വീതി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേപോലെ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 18 ഇഞ്ചാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ക്രോച്ച് ലെങ്ത്തില്ലേ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് വരുന്നത് ലൂസായിട്ടുള്ള ബാക്കി ഒഴിവാക്കുന്ന പോർഷനാണ്. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് വരെ വേണ്ട, ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ വരെ മതി കേട്ടോ. ബാക്കിയുള്ള ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് ഇപ്പോൾ എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതിക്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് എത്രയാണോ വീതി വേണ്ടത് നമ്മുടെ കാലിൻ്റെ, നമുക്കിപ്പോൾ ഒരു 7 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 7 മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ജസ്റ്റ് നമ്മൾ ആ ക്രോച്ച് ലെങ്ത്തിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സ്ട്രെയിറ്റ് പാൻറ്റും വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴത്ത് 7 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ എൻഡിൽ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. ഈ എൻഡിൽ നിന്ന് ആ എൻഡിലേക്കായിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിലും നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഷേപ്പിൽ നമ്മൾ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ക്രോച്ച് ലെങ്ത്തിൽ നിന്ന് നമ്മളിത് 7 ഇഞ്ചിലേക്ക് ഇതേപോലെ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ്, ഒരുപാട് ഷേപ്പ് എന്നിട്ട് ചെറിയൊരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇത് കറക്റ്റ് നമ്മൾ ക്രോച്ച് ലെങ്ത്തും കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് ഒന്നും കൂടി മെഷർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയൊരു ഷേപ്പിൽ നമുക്കിങ്ങനെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മൾ അത് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ ചെറിയൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഒരു പാൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ മറ്റേ പാൻറ്റ് ഇതേപോലെ അതിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടായിരിക്കും നമ്മൾ ബാക്കിലേക്കുള്ള പാൻറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് മറ്റേ ക്ലോത്തിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പോർഷനും കട്ടായിട്ട് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതേപോലെ ഫ്രണ്ടിലും ഓപ്പൺ ആയിരിക്കും, സൈഡിലും നമ്മൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗവും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ബാക്കി നമ്മുടെ ബാക്കിലേക്കുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 ഇഞ്ച് നമ്മൾ അലാസ്റ്റിക് ഇടുന്ന ഭാഗമല്ലേ അതിൻ്റെ താഴത്തായിട്ട് വേണം നമ്മൾ വെച്ചിട്ട് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് എലാസ്റ്റിക്കിൻ്റെ വര വരച്ചതിന് ശേഷമുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനിവിടെ ഏകദേശം ഒരു ഇഞ്ചിലുള്ള താഴത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ 2 ഇഞ്ചാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചിൻ്റെ താഴത്ത് വെച്ചിട്ട് വേണം ഇതേപോലെ നമ്മൾ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് എക്സ്ട്രാ 2 ഇഞ്ച് ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാൻറ്റ് എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ള ആ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ ബാക്കിലേക്ക് നമുക്ക് ഈ ഒരു കാര്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനും എളുപ്പത്തിലാണ്, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെന്നും കാണുന്നുണ്ട്. രണ്ടും ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണ്. നമ്മൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒരേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും അതും എളുപ്പം തന്നെയാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാതെ രണ്ടും ഒരേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തതും ഉണ്ട് കേട്ടോ. സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. ഇതിന് സിമ്പിളായിട്ട് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ നമ്മൾ രണ്ടും ഒരേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ എക്സ്ട്രാ ഒന്നും എടുക്കാതെ, ബാക്ക് എക്സ്ട്രാ ഒന്നും എടുക്കാതെ സിമ്പിളായിട്ട് രണ്ടും ഒരേപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നൊരു സ്ട്രൈറ്റ് പാൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കാണാം, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൽ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ താഴെ വരെ ഇതേപോലെ 2 ഇഞ്ച് എക്സ്ട്രായിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ വരെ വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കേ. നമ്മളിതാ താഴെ വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്കൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വരുന്നത്. ഇതേപോലെ ആ ക്രോച്ചിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ നമ്മുടെ ക്രോച്ച് എത്രയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ ഇതേപോലെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കട്ടോ. നമ്മൾ പറഞ്ഞല്ലോ 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് കൊടുക്കുന്നത് അതിൻ്റെ താഴത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിലേക്കുള്ളത് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. ആ 2 അപ്പോൾ കുറച്ചും കൂടി മുകളിലേക്കായിട്ടില്ല വരിക. ആ മുകളിൽ നിന്ന് നമ്മുടെ താഴത്തേക്കായിട്ട് താഴത്തുള്ള ആ 2 ഇഞ്ചിലേക്ക് ഇതേപോലെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടാണ് ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു സ്ലോപ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ്. നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇത് ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ രണ്ടും ക്രോച്ച് ലെങ്ത്തിൽ, ക്രോച്ചിൻ്റെ ഭാഗമില്ലേ അവിടെയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഫുള്ളായിട്ടല്ല, ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. 2 ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. സ്ട്രൈറ്റ് പാൻറ്റ് മെയിനായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല. സ്ലീവിൻ്റെ നമ്മൾ ഫുൾ ലെങ്ത് ആണ് കൊടുക്കുന്നത്. ഏകദേശം എൻ്റെത് 24-23 ആണ് കേട്ടോ നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് 3 ഇഞ്ച് എക്സ്ട്രാ 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഇതിലാണ് നമ്മൾ ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് സ്ലീവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ മസിൽ റൗണ്ട് എന്ന് പറയുന്നത്. 7 ഇഞ്ച് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു. ഇതേപോലെ പിന്നെ നമ്മുടെ കൈത്തണ്ടയുടെ അളവ് നമുക്ക് ഏകദേശം എത്രയാണോ വരുന്നത് അതും കൂടി മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇതിലേക്ക് ഷേപ്പായിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കട്ടോ. അപ്പോൾ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യട്ടോ. അപ്പം നമ്മളിത് ഫുൾ ലെങ്ത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ചെറിയൊരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ ബാൻഡായിട്ട് വരുന്ന ടൈപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ എലാസ്റ്റിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ലെങ്ത്തും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ചെറിയൊരു ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കൈ മടക്കി അടിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിനായിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഒരു അരയിഞ്ചൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഏത് എലാസ്റ്റിക് എടുക്കുന്ന അതിനനുസരിച്ചുള്ള എക്സ്ട്രായും നമ്മൾ കൊടുക്കണേ. അപ്പം നമ്മളിതാ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. സ്ലീവ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പാൻറ്റിനുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ബട്ടൻ്റെ സ്പേസ് ഇല്ലേ, അത് ഇതേപോലെ രണ്ടും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട്
മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ഇഞ്ചിലേക്ക് കറക്റ്റായിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു അറ്റത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബട്ടൺസ് ഒന്നും വെക്കുന്നില്ല, ഓപ്പൺ ആയിട്ടല്ല കൊടുക്കുന്നത്, ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നമ്മൾ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ വരുന്ന പോർഷനില്ലേ, നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഇതേപോലെ ഞാൻ ചെറിയ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്തിട്ട് മുകളിലേക്കായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷന് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നതും ബാക്കിയുള്ള അറ്റാച്ച് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ചെറിയ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അതും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ ഒന്നിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നിങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗത്തിൻ്റെ പോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ അറ്റത്ത് കൂടി നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ നെക്ക് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് റൗണ്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്ക് വരുന്നത് 20 ഇഞ്ചാണ് നമ്മുടെ നെക്ക് റൗണ്ട് വരുന്നത്. അപ്പം നെക്ക് റൗണ്ട് 20 ഇഞ്ചാകുമ്പോൾ നമ്മൾ 10 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഒരു 4 ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ക്ലോത്ത് എടുക്കുന്നത് നമ്മുടെ കോളർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. 3 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. 3 ഇഞ്ച് വീതിയിലും 3 ഉള്ളത് 3.5 ഇഞ്ചാക്കാം കേട്ടോ. അതേപോലെ തന്നെ 10 ഉള്ളത് 10.5 ഇഞ്ച് നമുക്ക് കൊടുക്കാം. നമ്മൾ മടക്കി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ചെയ്യുക. അതേപോലെ ചെറിയൊരു നമ്മുടെ കോളറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ 2ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ 2ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇതേപോലെ നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കതൊന്ന് അകമറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും വരിക. അതിൻ്റെ മുകളിലൂടെ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കോളറുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വശത്ത് നമ്മൾ ചെറിയൊരു ഡോട്ട് അല്ലെങ്കിൽ ചെറിയൊരു കട്ട് ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ലൈൻസോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കൈക്കുയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ, അതേപോലെ ഒന്ന് നമുക്ക് കോളറൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ക്യാൻവാസ് ഒന്നും വെക്കാതെ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് പിന്നെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കൂട്ടിയടിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൻ്റെ താഴത്തായിട്ട് നമുക്കൊന്ന് മടക്കി അടിക്കാനും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് മടക്കി അടിച്ചാൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ ലൈനിങ് കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ക്യാൻവാസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ചെറിയൊരു കോളറിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാൻറ്റാണ് ആദ്യം നമ്മൾ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പാൻസിൻ്റെയും ക്രോച്ച് ലെങ്ത്ത് മാത്രം നമ്മളൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് 2 സൈഡിലും പിന്നെ നമ്മുടെ കാലിൻ്റെ ഈ അറ്റത്തൂടെ ആ അറ്റത്തേക്ക് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പാൻറ്റ് ഇതാ ഞാൻ ക്രോച്ച് ലെങ്ത്ത് 2ഉം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പോർഷനൊക്കെ കണ്ട് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ഈ ഒരു പോർഷനിലും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന 2 പോർഷനിലും വരണം. പിന്നെ നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ളത് 2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തില്ല, അതും നമ്മൾക്കൊന്ന് മടക്കി അടിക്കണം. ഇത്രയൊക്കെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്ക് എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പാൻറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. പിന്നെ താഴത്തൊന്ന് മടക്കി അടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നൊരു നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സിമ്പിളായിട്ട് ഏത് തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഡ്രസ്സായിട്ട് വന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.